ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഇത് കൂലിപ്പണിക്കാരൻ്റെ മതമാണ്. ഒരു മരയാശാരിയും പിന്നെ അയാളുടെ സ്നേഹിതന്മാരായ കുറേ മുക്കുവരും. എന്നിട്ടും കാണെ അവർ രൂപപ്പെടുത്തി വിയർപ്പിൻ്റെയും പേശിബലത്തിൻ്റെയും തഴമ്പിൻ്റെയും ഒക്കെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം തഴമ്പുണ്ടാകും അവൻ്റെ സ്നേഹിതന്മാർക്ക്. കൈവെള്ളയിൽ കുർബാന വെച്ച് കൊടുക്കുന്ന ശീലം തുടങ്ങിയിട്ട് അധികം കാലമായില്ല. അപ്പോഴാണ് ഞാൻ മനുഷ്യൻ്റെ കരങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. വിശേഷിച്ചും ഒരു കടലോര ഇടത്തായിരുന്നു എൻ്റെ കുറേ കാലത്തുള്ള ആ സേവന രംഗം. അന്തിയിൽ കുർബാനയ്ക്ക് വരുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. ഈ കുർബാന അപ്പം കൈവെള്ളയിലോട്ട് വെച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ തഴമ്പിലിരുന്ന് പൊടിയുന്നത് കണ്ടിട്ടുണ്ട്. അത്രയും തഴമ്പിൻ്റെ സംസ്കാരത്തിൽ നിന്ന്, ആ പേശീബലത്തിൻ്റെ പൈതൃകത്തിൽ നിന്നൊക്കെ അകന്നുപോയി ഇപ്പോൾ നമ്മൾ നമ്മുടെ ചർച്ചകളെയൊക്കെ, കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളൊക്കെ രണ്ട് ആ കർമ്മത്തിലേക്ക് ചുരുക്കിയിരിക്കുക. ഒന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ മെഡിസിന് ചേർക്കുക, അല്ലെങ്കിൽ അവൻ എഞ്ചിനീയറിംഗ് ചേർക്കുക. എല്ലാം ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. ആ ക്രിസ്തു എന്ന് പറയുന്ന ആ കൂലിപ്പണിക്കാരന് ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. ചരിത്രത്തിൽ ഒരാൾക്കും ഇത്രയും ദീർഘമായ ശ്വേതകാണ്ഡം, വിയർപ്പിൻ്റെ അധ്യായം ഉണ്ടാവില്ല. ഇളം പ്രായം തൊട്ടേ അവൻ്റെ അപ്പൻ്റെ തൊഴിലുകളിൽ സഹായിച്ചു എന്നൊക്കെയുള്ളതാണ് പാരമ്പര്യം. പണി പഠിച്ചു. ആ 12 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ അവൻ്റെ ജോലി നിശ്ചയമായിട്ടൊരു കൂലിപ്പണിക്കാരൻ്റെ ജീവിത രീതിയും അതിൻ്റെ അലച്ചിലുകളും ഒക്കെ ആയിരുന്നു എന്നാണ് പാരമ്പര്യം. എല്ലാ തരം തൊഴിൽ, കൈത്തൊഴിലുകളും ക്രിസ്ത്യൻ അറിയാവുന്ന കൂടിയൊക്കെ ഉള്ള ആ ചില പാരമ്പര്യ വിചാരങ്ങളുണ്ട്. വല്ലപ്പോഴും ഒക്കെ കടലോരത്ത് പോയിട്ട് ആ മീൻപിടുത്തക്കാരോട് ഇവിടെ വലയെറിയുക, അവിടെ വലയെറിയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു മീൻപിടുത്തത്തെക്കുറിച്ചും ധാരണയുണ്ട്. പൊതുവെ അങ്ങനെ ഒരു വിശ്വാസം കൂടിയുണ്ട്. തച്ചനായിട്ടാണ് അവൻ അറിയപ്പെടുന്നെങ്കിൽ പോലും നമുക്കറിയാം, ഇങ്ങനെ ഒരു കൂലിപ്പണിക്കാരന് പല തൊഴിലുകളിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിൽ മിക്കവാറും എല്ലാ തൊഴിലുകളെക്കുറിച്ച് ധാരണയുള്ള ഒരു മനുഷ്യൻ്റെ പേരാണ് ഈ നസ്രത്തിൽ യേശു. അവർക്ക് നന്നായിട്ട് പാചകം അറിയാമെന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ട് കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം തീരുമ്പോഴേക്കും നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, കരക്ക് അവൻ്റെ കൂട്ടുകാർ മീനും പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി അവൻ തീയിൽ ചുട്ട മീനും അപ്പവുമൊക്കെ ആയിട്ട്, തന്തൂരി ആ ഒരു വിഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നതായിട്ട്. പിന്നെ മനുഷ്യർ ഏർപ്പെടാൻ മടിച്ചിരുന്ന തൊഴിലുകളിൽ ഏർപ്പെടാനായിട്ടുള്ള ആ ഒരു പ്രകാശമുണ്ടായിരുന്ന മനുഷ്യൻ്റെ പേരാ ക്രിസ്തു. തിരുവത്താഴ മേശയിൽ ആ വലിയൊരു തർക്കം പോലും അതാ. കുറേ പേര് കൂടി ഇങ്ങനെ ഇരിക്കുക. അവരുടെ പാദശാല നടക്കേണ്ടതുണ്ട്. ഇതിനു മുമ്പായിട്ട് ഇങ്ങനെ കാല് കഴുകുക തുടങ്ങിയ ചില ശീലങ്ങളൊക്കെ ഉണ്ട്. ആ ശീലങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന അക്കാലങ്ങളിൽ ഭവനത്തിലെ അടിമകളാണ്. അപ്പോൾ തങ്ങളിൽ ആരാണ് വലിയവർ എന്ന നിരന്തരമായ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ഈ മനുഷ്യർ ഒരാൾ പോലും അങ്ങനെ കുനിഞ്ഞ് അവരുടെ പാദം കഴുകാനായിട്ട് തയ്യാറാകാതെ പോകുമ്പോൾ, അടിമ ഏർപ്പെടുന്ന ആ കർമ്മത്തിൽ പങ്കുചേരാനായിട്ട് വൈമുഖ്യം കാണിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നു, അയാളിങ്ങനെ മേലങ്കി മാറ്റി പതുക്കെ അവരുടെ പാദങ്ങൾ കഴുകി തുടങ്ങി. ഒരടിമ കാലാകാലങ്ങളായിട്ട് ചെയ്തിരുന്നു കരുതപ്പെടുന്ന തൊഴിലുകളിൽ പോലും ഏർപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തൊഴിലിൻ്റെ സൗന്ദര്യവും സുഗന്ധവും ഒക്കെ ആ ഭൂമി മുഴുവൻ പരത്തിയിട്ടുണ്ട്. അയാളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കും ഈ കൂലിപ്പണിയുടെ ഒരു സംസ്കാരം ഉണ്ടാവുന്നത് നല്ലതാണ്. പേശീബലത്തിൻ്റെ ഒരു സംസ്കാരം ഉണ്ടാവുന്നതല്ല. മാനുവൽ ലേബർ എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ് സൂചിപ്പിച്ചു വരുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം നമുക്കറിയാം, അവൻ്റെ ആദ്യ സ്നേഹിതന്മാരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കൈത്തൊഴിലിൽ ഏർപ്പെട്ട മനുഷ്യരാണ്. പൗലോസ് ഈ കൈത്തൊഴിലിൽ ഏർപ്പെട്ടുണ്ടാവാൻ തരമില്ല. കാരണം അയാൾ അധ്യാപകനാണ്. സ്വാഭാവികമായിട്ട് ഈ മാനുവൽ ലേബറിൽ ഏർപ്പെടേണ്ട ഒരു കാര്യം അയാൾക്ക് വരുന്നില്ല. പക്ഷേ ക്രിസ്തുവിനെ പഠിച്ചു കഴിയുമ്പോൾ, ക്രിസ്തുവിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നു, അയാൾ കൈത്തൊഴിലിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അയാൾ അന്നോളം ചെയ്യാത്ത ചില കൈത്തൊഴിലുകളിലൊക്കെ അയാൾ ഏർപ്പെടുകയാണ്. അതുകൊണ്ടൊക്കെയാണ് അയാൾ വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്, മേശയെ ഉപചരിക്കുന്നവർക്ക് മേശയിൽ നിന്ന് ഭക്ഷിക്കാം. അതിനകത്ത് എന്താ തർക്കം? നിങ്ങളുടെ വീട്ടിൽ സെർവ് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതേ മേശയിൽ നിന്ന് ഭക്ഷിക്കാനായിട്ട് അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് കണക്ക് സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് സുവിശേഷം നിന്ന് ഭക്ഷിക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്നിട്ടും നിങ്ങൾക്കൊരു മാതൃക തരാൻ വേണ്ടി ഞാൻ ഈ കരം കൊണ്ട് അധ്വാനിച്ച് ജീവിച്ചു. പൗലോസ് ഏർപ്പെട്ടിരുന്ന തൊഴിൽ കൂടാരത്തൊഴിലാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇത്രയും അലഞ്ഞു നടന്നൊരു മനുഷ്യൻ, ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. അയാൾ നടത്തുന്ന ഇടപെടലുകൾ, അയാൾ സഞ്ചരിച്ച ദൂരങ്ങൾ, അയാൾ എഴുതിയ കുറിപ്പുകൾ ഒക്കെ കൂടി ഇത്രയും തിരക്കുള്ള മനുഷ്യൻ ഈ ഭൂതലത്തിലുണ്ടാവില്ല. എന്നിട്ടും തൻ്റെ ഒരു നേരത്തെ ആ ഭക്ഷണത്തിന് വേണ്ടി ഈ മനുഷ്യൻ പുലരിയിൽ എഴുന്നേറ്റിട്ട് ഈ കൂടാരപ്പണിയിൽ ഏർപ്പെടുകയാണ്. കാരണം
വളരെ വ്യക്തമായിട്ട് പൗലോസിനറിയാം ഈ ക്രിസ്തുവിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ഈ കൂലിപ്പണിയെയും കൈത്തൊഴിലിനെയും സ്നേഹിക്കുക എന്ന് കൂടിയാ. കണക്കാണ് കുറെ അധികം കൈത്തൊഴിലുകൾ ഇങ്ങനെ ഇല്ലാതെ പോവുക. ഇപ്പോൾ പുരമെയ്യുന്നവരോ, ഓലമെടയുന്നവര്, ചകിരി തല്ലുന്നവര്, ഇവരൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് പോലും കാണാതെ പോവുകയാണല്ലോ. ഞാറ് നടുന്നവര്, ടാപ്പ് ചെയ്യാൻ വരുന്നവര്, ഇതിനകത്തൊക്കെ എന്തോ ഹീനമായ എന്തോ ഉണ്ട്, അധമമായ എന്തോ ഉണ്ടെന്ന മട്ടിൽ ഈ കാര്യങ്ങൾ എങ്ങനെയാ എത്തിയത്? അത് മനുഷ്യരിലും ദൈവത്തിലുള്ള നിങ്ങളുടെ ആ ഒരു നന്മയും കാഴ്ചപ്പാടും ഒക്കെ ഇങ്ങനെ ചുരുങ്ങിപ്പോയപ്പോൾ സംഭവിച്ച വലിയൊരു അപരാധമാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരാൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും അസാധാരണമായ സൗന്ദര്യമുണ്ടെന്ന് ഭൂമിയെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരാളാണ് നസ്രത്തിൽ യേശു. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ അടിമ ചെയ്യുന്ന പണിയിൽ ഏർപ്പെട്ടുകൊണ്ട് അയാൾ അതിനെ ആ മനോഹരമായ അനുഭവമാക്കി മാറ്റി. ആ അടിമ ചെയ്യുന്ന പണിയിൽ ഏർപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ ആചരിച്ചതെന്ന് കണക്ക് നിങ്ങളും ആചരിക്കണം. ഇത് ഓർമ്മിക്കണം, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ കുർബാന രൂപപ്പെടുന്ന ഒരു പ്രക്രിയയില്ല. നമ്മൾ മറ്റു സുവിശേഷങ്ങൾ വായിക്കുന്ന കണക്ക് ഇങ്ങനെ ഇതെന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാന്ന് പറയുന്ന ക്രിസ്തു രക്തവും ശരീരവും ഒക്കെ വാഴ്ത്തിക്കൊടുക്കുന്ന അപ്പവും വീഞ്ഞിന്റെ പ്രതീകത്തിൽ വാഴ്ത്തിക്കൊടുക്കുന്ന ഭാഗം ഇല്ല. അതിന് പകരമായിട്ട് യോഹന്നാൻ ഇങ്ങനെ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു അടയാളം ഈ പാദം കഴുകുന്ന അടയാളം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം നമുക്ക് ഒടുവിലായിട്ട് എഴുതപ്പെട്ട സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വീടുകൾക്കകത്തും ഇങ്ങനെ ഈ പറഞ്ഞ ശുശ്രൂഷ ആരംഭിച്ചിട്ടുണ്ട്, അപ്പം ഒരു ശുശ്രൂഷ ആരംഭിച്ചിട്ടുണ്ട്. അതിനർത്ഥം ആ കുർബാനയുടെ ഒരു പഴയ രൂപം കൃത്യമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ വയോധികനായ ഈ മനുഷ്യർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മനുഷ്യർ തമ്മിൽ ഇങ്ങനെ വിനയത്തിലല്ല ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ചെറിയ ചെറിയ തൊഴിലുകളിൽ ഏർപ്പെടാനായിട്ട്, ചെറിയ ചെറിയ സേവനങ്ങളിൽ ഏർപ്പെടാനായിട്ട് മനുഷ്യർക്ക് പ്രകാശം കിട്ടാതെ പോകുന്നത് യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വയോധികനായ മനുഷ്യനെ അലട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആ കുർബാനയുടെ ടെസ്റ്റിന് പകരമായിട്ട് യോഹന്നാൻ ഈ ഭാഗം സുവിശേഷത്തിലുണ്ടാവുമെന്ന് നല്ലതുപോലെ ചടിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ആ ഭാഗം വരുന്നത്. ഇതും നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുക. ഇത് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഹൈറാർക്കി സങ്കല്പങ്ങൾ നിഷേധിക്കേണ്ട കാലമായി. ഒരുപക്ഷെ അതിനകത്ത് കുരുങ്ങിപ്പോകുന്ന ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ പോലും അവന്റെ നാട്ടുകാർ കണ്ടെത്തിയ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഇവൻ തച്ചനായ ഒരു മനുഷ്യൻ എന്തിനാ പഠിപ്പിക്കുന്നത്? മുക്കുവൻ എന്തിനാ പഠിപ്പിക്കുന്നത്? തറ തുടക്കുന്നത് എന്തിനാ പഠിപ്പിക്കുന്നത്? ചെരുപ്പൂത്തി എന്തിനാ പഠിപ്പിക്കുന്നത്? ഇതെല്ലാ കാലങ്ങളിലും മനുഷ്യൻ കൊണ്ട് നടക്കുന്ന വളരെ അധമമായ ഒരു പ്രജുഡിസിന്റെ ഭാഗമാണ്. ചില മനുഷ്യർ ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടേ പറ്റൂ. അവർക്ക് അതിന് പുറത്തായിട്ട് പ്രകാശമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും പങ്കാളിത്തം വഹിക്കാനുള്ള അവകാശമില്ലെന്ന മട്ടിലുള്ള നമ്മുടെ ധാരണകളെ ഒന്ന് പൊളിച്ചെഴുതുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ ഒരു തൊഴിലിനകത്തും അധമമായി ഒന്നുമില്ലെന്നുള്ള ഒരു ചെറിയ പാഠം നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് ഗാന്ധി ശ്രമിച്ചിട്ടുണ്ട്. ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കസ്തൂർബയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഒരു കഥയുണ്ടല്ലോ. സേവാശ്രമത്തിൽ എല്ലാ തൊഴിലിലും എല്ലാവരും ഏർപ്പെടണം. അക്കാലങ്ങളിൽ ഈ പറയുന്ന മറപ്പുരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിസർജ്യ വസ്തുക്കൾ ബൈ ഹാൻഡ് ഇങ്ങനെ ഓരോരുത്തർക്ക് എടുത്തു മാറ്റേണ്ട ഒരു ബാധ്യത ഉണ്ടാവുന്നു. അപ്പൊ അതിനുവേണ്ടി തന്നെ അതെടുത്തു മാറ്റാൻ വേണ്ടി തന്നെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു സ്കാവഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്ന തോട്ടികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരായിരുന്നു അക്കാലങ്ങളിൽ ആ ഒരു ഹീനമെന്ന് കരുതപ്പെട്ടിരുന്ന ആ ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. സേവാശ്രമത്തിൽ ഗാന്ധി പറഞ്ഞു, ഇതങ്ങനെ ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമുള്ളതൊന്നുമല്ല, എല്ലാവരും ഈ കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. അങ്ങനെ അന്ന് കസ്തൂർബായുടെ ഊഴമായിരുന്നു. കസ്തൂർബായുടെ ഗാന്ധി പറഞ്ഞു, ഈ വിസർജ്യ വസ്തുക്കൾ നീ എടുത്തു മാറ്റേണ്ട ഇന്നത്തെ ഊഴം നിന്റേതാ. ഈ സ്ത്രീ അതിനകത്ത് വല്ലാതെ അങ്ങ് വലഞ്ഞു പോകുന്നുണ്ട് ഈ സ്ത്രീ. ഒരു ഗാന്ധിയോട് പറഞ്ഞു, ബാപ്പു നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, ഏതിനകത്ത് ഞാൻ വിധേയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ എനിക്ക് ഒരു പരിചയമില്ലാത്ത മനുഷ്യരുടെ വിസർജ്യ വസ്തുക്കൾ എടുത്തു മാറ്റാനായിട്ട് നിങ്ങൾ എന്നെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, കസ്തൂർബ എന്ന് പറയുന്നത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കോൺടസ്റ്റ് നിന്ന് വരുന്ന സ്ത്രീയാണ്. പക്ഷേ ഗാന്ധിയേക്കാൾ ആ ധനികമായ പശ്ചാത്തലത്തിൽ വരുന്ന സ്ത്രീയാണ്. ആ രാജകീയ പശ്ചാത്തലം ഒരു നമ്മുടെ ഒരു ഭാഷയിൽ രാജകീയ പശ്ചാത്തലമുള്ള അബ്രിങ്ങുള്ളൊരു സ്ത്രീയാണ് പറയുന്നത്, എനിക്ക് പറ്റില്ല, നിങ്ങൾ ഇതെന്നോട് ആവശ്യപ്പെടരുത്. അപ്പം ആ ഒരു പാഠം കൃത്യമായിട്ട് തൻ്റെ ഭാര്യ മനസ്സിലാക്കണമെന്നും അത്തരം കാര്യങ്ങൾ താൻ പുലർത്തുന്ന വിധത്തിലുള്ള പ്രകാശം ഈ സ്ത്രീ പുലർത്തണമെന്നും ഒക്കെ ഗാന്ധിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നന്നായിട്ട് ശടിക്കുന്നുണ്ട്. കസ്തൂർബ വഴങ്ങുന്നില്ല. ഒടുവിൽ ഈ കസ്തൂർബായെ തൻ്റെ കുടിലിന് പുറത്തായിട്ട് നിർത്തി ഈ മനുഷ്യൻ അകത്തു നിന്ന് വാതിലടക്കുക.
വല്ലാതെ പെയ്യണ അല്ലെങ്കിൽ വല്ലാതെ വീശണ ഒരു ശീതക്കാറ്റില്ല ഒരു സാധു സ്ത്രീ എന്തിനാണ് നിങ്ങൾ തണുത്ത് വിറച്ച് ഒരു രാത്രി മുഴുവൻ നിൽക്കണത്? അകത്ത് ഗാന്ധി ഉറങ്ങുന്നുണ്ടോ നിങ്ങൾ കരുതുന്നുണ്ടാവുമോ? ഗാന്ധി കണക്ക് മനുഷ്യൻ ഉറങ്ങാൻ പറ്റുമോ? അപ്പൊ അകത്ത് അയാളും ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഉണർന്നിരിപ്പുണ്ടാവും. പക്ഷെ എന്നിട്ടും ഇത്രയും കഠിനമായൊരു തീരുമാനം തൻ്റെ ഭാര്യയുടെ മേലിൽ ഈ മനുഷ്യൻ നിലനിർത്തിയത് എന്തുകൊണ്ടായിരിക്കണം? അത് നമുക്ക് ചില ലെസൺസ് തരാൻ വേണ്ടിയാണ്. ഒരു തൊഴിലും അധമമല്ലെന്ന് പഠിപ്പിക്കാനായിട്ട് ഒരുപക്ഷെ ആ പ്രകാശം കിട്ടിയ ആ വലിയ മനുഷ്യൻ ചെയ്ത ഏറ്റവും കൃത്യമായൊരു പാഠമായിരിക്കും ഈ ഒരു രാവ് മുഴുവൻ കസ്തൂർബയെ പുറത്താക്കി പടിയടച്ച കഥ. ഒരു തൊഴിലും അതിൽ തന്നെ അധമമല്ലെന്നുള്ള ഒരു പ്രകാശം ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഏതൊക്കെയോ തൊഴിലുകൾ മനുഷ്യൻ ഏർപ്പെടുന്നുണ്ട്. വിയർപ്പുകൊണ്ടേ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അപ്പൊ അതിൽ ഇന്ന തൊഴിലൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം നന്നായിട്ട് അടുത്ത കാലത്ത് സ്പർശിച്ചിട്ടുണ്ട്. ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞൊരു പടമാണ്. അതിങ്ങനെ ഒരു ഓർക്കസ്ട്ര ട്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടത്. വളരെ ഫൈൻ ആയിട്ട് ഈ വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഒരു സംഘം. ക്ലാസിക് സംഗീതത്തിൽ അവർ ഏർപ്പെട്ടു. ബീതോവന്റെ സിമണികളൊക്കെ അവർ വായിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അന്ന് അവരിങ്ങനെ സംഗീതമൊക്കെ വായിച്ചു കഴിയുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ കേൾവിക്കാരുടെ എണ്ണം ഇങ്ങനെ കാണാൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഉടമ വളരെ പ്രാഗ്മാറ്റിക്കായൊരു മനുഷ്യൻ പറഞ്ഞു, ഈ ഇതുമായിട്ടിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഞാനിതിനെ ഡിസോൾവ് ചെയ്യാൻ പോവുകയാണ്, ഞാനിതിനങ്ങോട്ട് പിരിച്ചുവിടാൻ പോവുകയാണ്. അവരോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് പണിയില്ലാതെ ഒരു തൊഴിലല്ലാതെ ഈ മനുഷ്യൻ ഫസ്റ്റ് ക്ലാസ് മ്യൂസീഷ്യനായി ഈ മനുഷ്യൻ ഇങ്ങനെ അലഞ്ഞു നടക്കുക. അപ്പോൾ അയാൾ പത്രത്തിൽ ഒരു പരസ്യം കാണുന്നു, ഇങ്ങനെ വിട പറയാനായിട്ട് സഹായിക്കുന്നൊരു ജോലി. എന്താ ഈ ഡിപ്പാർച്ചർ എന്ന് പറയുന്ന എന്താ ജോലിയുടെ പ്രത്യേകത? ഒന്നുമില്ല, വെറുതെ മരിച്ച ഒരാളെ അടക്കാനായിട്ട് സഹായിക്കുക, അയാളെ കുളിപ്പിക്കുക, അവർക്ക് നല്ല വസ്ത്രം ധരിപ്പിക്കുക, പരിമളം പൂശുക, അങ്ങനെ ഒരു ജോലി. അത് വളരെ മീനായിട്ട് ഗണിക്കപ്പെട്ടിരുന്ന ജോലി കൂടിയായിരുന്നു അവരുടെ സംസ്കാരം. ജാപ്പാനീസ് ഒരു കോണ്ടസ്റ്റിൽ നിന്നാണ് ഈ ചിത്രം വരുന്നത്. അപ്പൊ ഇത് ഈ തൊഴിൽ ഏർപ്പെട്ടതോടുകൂടി ഇയാളുടെ സ്നേഹിതന്മാർ പോലും ഇയാൾക്കെതിരായിട്ട് കളിക്കുക. അവർക്ക് എപ്പോഴും തൊഴിൽ കിട്ടിയിട്ടുണ്ട്. അവർ പറയും, പക്ഷെ നിനക്കണക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ തരം താഴാൻ പാടില്ലായിരുന്നു. ഇയാൾ പറഞ്ഞ ഇതിനകത്ത് എന്താ, എന്തെങ്കിലുമൊക്കെ തൊഴിൽ മനുഷ്യർ ഏർപ്പെട്ടേ പറ്റൂ. ഇയാളെ ഭാര്യ പോലും ഇയാളുടെ കലമ്പുന്നുണ്ട്. അവരയാളോട് പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് രൂപപ്പെടുന്നുണ്ട്, ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അച്ഛൻ്റെ തൊഴിലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയണം? അച്ഛൻ മൃതശരീരങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരാളെന്ന് പറയണോ? ശവശരീരങ്ങളെ കുളിപ്പിക്കുകയാണ് അച്ഛൻ്റെ പണിയെന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറയണോ? ഇതൊരു വല്ലാത്തൊരു മുഹൂർത്തം. എന്നിട്ടും പതുക്കെ പതുക്കെ ഈ മനുഷ്യനിൽ ഈ സ്ത്രീക്ക് ഭയങ്കരമായ വിശ്വാസം വരുന്നുണ്ട്. അത് വയോധിക ഒരു സ്ത്രീ മരിച്ചപ്പോൾ ഈ മനുഷ്യൻ പതിവ് കണക്ക് തൻ്റെ ജോലിയിൽ ഏർപ്പെടുകയാണ്. അവരെ കുളിപ്പിച്ച് അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും ആദരവോട്, ഏറ്റവും ഓണറോട് കൂടി, ഏറ്റവും സ്നേഹപൂർവ്വം അവരെ ഈ മനുഷ്യൻ ഇങ്ങനെ പരിചരിച്ച് അവരെ അന്ത്യയാത്രയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ഈ സ്ത്രീ കണ്ണു നിറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇതിനകത്ത് എനോബിൾഡായ എന്തോ സംഭവമുണ്ട്, വളരെ എന്ത് ചെയ്യുന്നു മനോഹരമായ എന്തോ പ്രതലമുണ്ട്. അവരോട് ഈ തൊഴിലിനെ ഈ സ്ത്രീയും അവൻ്റെ കൂട്ടുകാരിയും സ്നേഹിച്ചു തുടങ്ങിയ അവരതിൻ്റെ പേരിൽ പിന്നെ ഒരിക്കലും തല താഴ്ത്തുന്നില്ല, തല കുനിക്കുന്നില്ല. പിന്നീട് ഇയാളുടെ അച്ഛൻ തന്നെ മരിക്കുമ്പോൾ ഈ സന്ദേശം കിട്ടി. വളരെ ചെറുപ്പകാലത്ത് ഇയാൾ വിട്ടുപോയൊരപ്പനായത്. സന്ദേശം കിട്ടി അവിടെ ചെല്ലുമ്പോൾ അപ്പൻ്റെ ശരീരം അതുമായിട്ട് ബന്ധപ്പെട്ടവർ ഇങ്ങനെ ഓരോ വളരെ അശ്രദ്ധയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നതായിട്ട് ഇയാൾ കണ്ടു. അയാളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഭാര്യ ബാക്കിയുള്ളവരെ അവിടെ എത്തിയവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊന്നും ഇടപെടണ്ട, ഈ നിൽക്കുന്ന മനുഷ്യനുണ്ട്, ഈസ് എ പ്രൊഫഷണൽ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നലെ അവർ എന്തിനോർത്താണ് തലകുനിച്ചത്, ആ കാരണത്തിന്റെ പേരിൽ ഇപ്പോൾ അവർ തലയുയർത്തുന്നില്ല. കാരണം അത് ഈ മനുഷ്യൻ ഈ തൊഴിലിനകത്ത് പുലർത്തിയ ഒരു നൈതികത, ഈ മനുഷ്യൻ ഈ തൊഴിലിനകത്ത് പുലർത്തിയ ഒരു ധാർമ്മികതയോ പ്രകാശമോ, അതൊക്കെ കൊണ്ട് ഒരുപക്ഷെ വളരെ ലോവർ എന്ന് കരുതപ്പെടാവുന്ന ഒരു തൊഴിലിന് എന്തൊരു അപ്പർ പെഡസ്റ്റലാണ് കിട്ടുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഏത് തൊഴിലിൽ ഏർപ്പെടുമ്പോഴും വെറുതെ ഓർമ്മിച്ചുകൊള്ളണം, ഈ തൊഴിലല്ല എന്നെ ചെറുതാക്കാൻ പോകുന്നത്, മറിച്ച് ഞാൻ എൻ്റെ ഉള്ളിൽ പുലർത്താനായിട്ട് പോകുന്ന ചില അധമവികാരങ്ങളെ ഒരുപക്ഷെ വല്ലാതെ എൻ്റെ ജീവിതത്തെ നുറുക്കിയെന്നിരിക്കും. അപ്പോൾ ഏത് തൊഴിലിലും ഏർപ്പെടുന്നതിനകത്ത് ഒരു കുഴപ്പമില്ലെന്ന് ചെറിയ കാലം തൊട്ടേ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അതിനനുബന്ധമായിട്ട് ക്രിസ്തു അടിമകൾ മാത്രം ചെയ്യാനായിട്ട് കരുതി വെച്ചിരുന്ന, അടിമകൾക്ക് വേണ്ടി മാത്രം ചെയ്യാനായിട്ട് കരുതി വെച്ചിരുന്ന തൊഴിലേർപ്പെട്ട ആ അവസാനത്തെ കഥ കൂടി പറഞ്ഞു കൊടുക്കണം, അവൻ്റെ പാദങ്ങൾ കഴിയ കഥ. കൈത്തൊഴിലിൽ ഏർപ്പെടുന്നവരുടെ ജീവിതത്തിൽ സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്നു. നിശ്ചയമായിട്ട് അവർ പുലർത്തുന്ന ഒരു എസ്തറ്റിക്സ് ഉണ്ട് അതിനകത്ത്. കാരണം ഒരു യന്ത്രം ചെയ്യുന്ന കണക്കല്ലോ മനുഷ്യൊരു കാര്യത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്. അയാളുടെ മുഴുവൻ സൗന്ദര്യ അംശവും അയാൾ ചെയ്യുന്ന തൊഴിലിനകത്ത് കിടപ്പുണ്ട്. നിശ്ചയമായിട്ട് നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനകത്ത് നിങ്ങളുടെ സിഗ്നേച്ചർ കിടപ്പുണ്ട്. വലിയ വലിയ ആ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ആ ചിത്രം വരച്ചവർ അതിന് താഴെയായിട്ട് തങ്ങളുടെ കയ്യൊപ്പിടുന്ന കണക്ക്. ചിത്രങ്ങൾക്ക് ഇതേ മാത്രമല്ല, മനുഷ്യൻ കരങ്ങൾ കൊണ്ട് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും അവൻ്റെ കയ്യൊപ്പുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറയാറില്ലേ, ഇന്നയാളിട്ട കാപ്പി അല്ലെങ്കിൽ ഇന്നയാൾ നൽകിയ പരിചരണം,
എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും മീതയുമായിട്ട് അയാൾ തമ്പ്രിൻ്റ് വന്ന് വീണിട്ടുണ്ട്. അപ്പം അതിങ്ങനെ ഓരോ ദിവസവും അതിനെ കുറെ കൂടി ഇങ്ങനെ സൗന്ദര്യവൽക്കരിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഈ കൈത്തൊഴിലിനകത്ത് കിടപ്പുണ്ട്. ഒരു കലാപരതയുമായി ബന്ധപ്പെട്ട ഒരു പ്രതലം കൂടി ഈ കൈത്തൊഴിലുണ്ടെന്നൊക്കെ നമുക്കൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ അഗാധമായ ചില പൈതൃകത്തിൻ്റെ സ്രോതസ്സുകൾ അതിനകത്ത് കിടപ്പുണ്ട്. മിക്കവാറും നമ്മൾ ഏർപ്പെടാൻ പോകുന്നൊരു തൊഴിലിനകത്ത് കുറച്ചിങ്ങനെ കാലാകാലങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു പാരമ്പര്യത്തിൻ്റെ കൂടി കണ്ണിയിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പരമ്പരാഗതമായൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് മുമ്പേ കടന്നുപോയ എത്രയോ പേരുടെ ആശീർവാദമാണ് അതിലോട്ട് വരിക. അത് കൊച്ചു കാര്യമാണോ? നിങ്ങൾ ചെയ്യുന്ന തൊഴിലിന് മീതെയായിട്ട് നിങ്ങൾ കടന്നുപോയ മുൻതലമുറകളെ മുഴുവൻ ആശീർവാദം ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന കൊച്ചു കാര്യമാണോ? അപ്പോൾ കൈത്തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെ ശിരസ്സുയർത്തി നിന്നുകൊണ്ട് ഞാൻ ഇന്ന പണികളിൽ ഏർപ്പെടുന്നു പറയാൻ പറ്റുന്ന ആത്മാഭിമാനമുള്ള ചില മനുഷ്യരൊക്കെ ക്രിസ്തുവിന് കൂട്ടുകാരായി ഉണ്ടാവട്ടെ. അല്ലെ തന്നെ ഈ ചെറിയ തൊഴിൽ വലിയ തൊഴിലെന്നൊക്കെ പറയുന്നതിനകത്ത് എന്താ കാര്യം? എന്താ ഒരു വളരെ ജെന്യുവനായിട്ട് എന്താ അതിനകത്ത് പ്രശ്നം? ഒരു ചെറിയ തിര വലിയ തിരയോട് പരാതി പറയുന്നതൊക്കെ ഇങ്ങനെ ബുദ്ധ കഥകൾക്കകത്ത് വായിക്കുന്നതാണൊക്കെ. ചെറിയ തിര പറയുകയാണ് വലിയരോട് പറഞ്ഞു, നീ എന്ത് വലിയ തിരയാ, ഞാൻ ഇത്രയേ ഉള്ളൂ, എന്ത് പൊടി തിരയാ ഞാൻ, ഇത്തിരി പോന്ന തിര. അപ്പോൾ വലിയ തിര പറഞ്ഞു, ചെറിയ തിരയും വലിയതൊന്നും ഇന്നില്ല കുട്ടാ, ആകപ്പാടുള്ളത് ജലം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ചില രൂപങ്ങളുടെ വ്യത്യാസം മാത്രം, നമ്മൾ ജലം മാത്രമാണ്. അപ്പം അത് ഈ ചെറിയ തിരയെ വല്ലാതെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഇത് കണക്ക് ചെറിയ തൊഴിൽ വലിയ തൊഴിലെന്നുള്ള വ്യത്യാസങ്ങളെക്കാൾ കൂടുതലായിട്ട് ആപ്പാടുള്ളത് ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ ഏർപ്പെടുന്ന ചില ശ്രമങ്ങൾ, ഭൂമിയെ മെച്ചപ്പെടുത്താനായിട്ട് മനുഷ്യൻ കൊടുക്കുന്ന ചില കർമ്മയോഗ, ഇതൊക്കെയാണ് തൊഴിലെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തല ഉയർത്തുന്നതുകൊണ്ട് ഒരാൾക്ക് അയാളുടെ തൊഴിലിൽ ഏർപ്പെടാനായിട്ട് പറ്റും. മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ചെരുപ്പൂത്തുന്നൊരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യം. ചെരുപ്പൂത്തുന്നത് അത്ര മോശപ്പെട്ട കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു ഹാർട്ട് സർജൻ ഹൃദയം തുന്നുന്ന കണക്കാണ് ഞാൻ ചെരുപ്പ് തുന്നുന്നത്. ആരാർക്ക് കീഴെയാണെന്ന് ആരാർക്ക് മീതെയാണെന്ന് നിങ്ങൾ ധരിക്കുന്നത്? ഹാർട്ട് സർജൻ ഹൃദയം തുന്നുന്ന കണക്ക് ചെരുപ്പ് തുന്നുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ. അപ്പോൾ കുറെ കൂടി ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ആത്മവിശ്വാസമുള്ള ഒരു പ്രതലം രൂപപ്പെടുത്താനായിട്ട് നസ്രത്തിലെ ആ കൂലിപ്പണിക്കാരൻ നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിലിൽ ഏർപ്പെടണമെന്ന് ഒരു സൂചന നിശ്ചയമായിട്ട് ഈ ഒരു പ്രഭാഷണത്തിനകത്തുണ്ട്. എന്തെങ്കിലുമൊക്കെ ഓഫീസ് ജോലികളിൽ ഏർപ്പെടുന്നവരും അതിന് ഏതെങ്കിലും തരത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതല്ല. ഇത്തിരി സമയം ആ വീടിനകത്ത് തന്നെ ചില കർമ്മയോഗങ്ങളിലൊക്കെ ഏർപ്പെടാവുന്നതാണല്ലോ. പാത്രം കഴുകാൻ സഹായിക്കുക, പരിസരം വൃത്തിയാക്കാൻ സഹായിക്കുക. പിന്നെ കാലാകാലങ്ങളായിട്ട് ഈ പെൺകുട്ടികൾ മാത്രം ചെയ്യണമെന്ന് കരുതിയ ചില തൊഴിലുകളിലേക്ക് ആൺകുട്ടികൾ ഇനിഷ്യേറ്റ് ചെയ്യുക. ഇങ്ങനെ കൃത്യമായിട്ട് കർമ്മത്തെ ഒരു യോഗയാക്കി മാറ്റാൻ പറ്റും. ഹൈന്ദവ ആശ്രമങ്ങളിലും അതിന് ചുവട് പിടിച്ച് നടക്കുന്ന ക്രിസ്ത്യൻ ആശ്രമങ്ങളിലും ഒക്കെ തൊഴിൽ സമയത്തിന് വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന ഒരു പേര് കൂടി ഇതാണ്, കർമ്മയോഗ. അവരുടെ ആ ഒരു പ്രോഗ്രാമിനകത്ത് കിടപ്പുണ്ട്. ചെറിയ ചെറിയ കർമ്മയോഗങ്ങളിൽ ഏർപ്പെടാനായിട്ട് കുഞ്ഞുമക്കളോട് പറഞ്ഞു കൊടുക്കുക, അതിനുള്ള പ്രകാശം നമുക്ക് ഉണ്ടാവാന്നൊക്കെ ഒന്ന് സൂചിപ്പിച്ച് ഈ വിചാരം അവസാനിപ്പിക്കുമ്പോൾ, അതും പറ്റാത്തവർക്ക് ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യമുണ്ട്. എന്താണത്? ഇങ്ങനെ കൂലിത്തൊഴിലിൽ കൈത്തൊഴിലുകളിലൊക്കെ ഏർപ്പെടുന്നവരെ ഇങ്ങനെ നമ്രതയോട് കാണാനായിട്ട് പഠിക്കുക, അവരുടെ മുമ്പിൽ ശിരസ് കുനിക്കുക. ഇബ്രാഹിം ലിങ്കനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്നെ ഏറ്റവും സ്പർശിച്ചിട്ടുള്ള സംഭവം ഇതാണ്. ലിങ്കൻ ഇങ്ങനെ സെനറ്റിൽ ഇങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുക, ഉജ്ജ്വലമായ പ്രഭാഷണം. അപ്പൊ അതിൻ്റെ ഒരു സെനറ്റ് ഒരു സമയത്ത് പുറകിൽ നിന്ന് ആരോ വിളിച്ചു ചോദിക്കുകയാണ്, മിസ്റ്റർ ലിങ്കൻ, എന്തേ താങ്കളുടെ അപ്പൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല സർ, മരിച്ചുപോയി. എന്താ കാരണം? അല്ല, താങ്കളുടെ അപ്പൻ തുന്നിയ ചെരുപ്പാണ് എൻ്റെ കാലിൽ കിടക്കണം, അത് പൊട്ടി, ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി തുന്നിക്കാൻ ഓർത്ത. കാര്യം വളരെ വ്യക്തമാണ്. കോബ്ലർ സൺ എന്ന് പറയുന്ന ഒരു ശൈലി പോലും ഈ പറയുന്ന ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്കിടയിലുണ്ട്. അതൊരു ഏതാണ്ടൊരു ഗാലി കണക്ക് ഉപയോഗിക്കപ്പെടുന്ന വാക്ക്, ഒരു ചീത്ത കണക്ക് ഉപയോഗിക്കപ്പെടുന്ന വാക്ക്. ഇൻഫാക്ട് ഈ മനുഷ്യന്റെ അപ്പൻ ചെരുപ്പൂത്ത് തന്നെയാണ് താനും. ലിങ്കൻ ഒരു നിമിഷം ഇങ്ങനെ കണ്ണുപൂട്ടി, ഒരാളെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ലിങ്കൻ അപമാനഭാരം കൊണ്ട് കരയുകയാണെന്നൊക്കെ അവന്റെ കേൾവിക്കാർ കരുതി. കുറച്ച് നേരെയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർ, എൻ്റെ മഹാനായ അപ്പനെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. വാസ് എ പെർഫെക്റ്റ് കോബ്ലർ. ഇത്രയും സമ്പൂർണനായ, ഇത്രയും ഏകാഗ്രതയോട് കൂടി ജീവിക്കണ ഒരു ചെരുപ്പൂത്തി ഞാൻ കണ്ടിട്ടില്ല സർ. ഞാൻ എന്തുമാത്രം തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊന്നും നമുക്ക് കാര്യമായ ഏകാഗ്രതയോ സമർപ്പണമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. മൈ പപ്പ വാസ് എ പെർഫെക്റ്റ് കോബ്ലർ. സർ, ഇടവേളയിൽ ഞാൻ അങ്ങനെ അടുക്കലേക്ക് വരാം.
എൻ്റെ അപ്പതുന്നിയ ചെരുപ്പൊന്ന് ഞാൻ കണ്ടോട്ടെ, ഞാൻ അതിനൊന്ന് തൊട്ടോട്ടെ സർ. പിന്നെ ചെറിയ എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ എനിക്ക് പരിഹരിക്കാൻ പറ്റും സർ. ഐ കൻ ഓൾസോ മെൻഡ് ഇറ്റ്. കാരണം കുറച്ച് പണി അപ്പം എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ഈ മനുഷ്യനെ സ്നേഹിക്കാതിരിക്കും? ഭൂമിയുടെ കരവേല, ഭൂമി തൻ്റെ ഈശ്വരൻ്റെ കരവേല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത് പോലും. സങ്കീർത്തനങ്ങളൊക്കെ എത്ര ഇടത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഈ പ്രപഞ്ചം നിന്റെ കരവേലയാണ്. കരവേല ഏർപ്പെട്ട കഥയാണല്ലോ ഉൽപ്പത്തി പുസ്തകം. മണ്ണുകൊണ്ട് അവനിങ്ങനെ മനുഷ്യനെ മെനഞ്ഞെടുക്കുക. ഇപ്പോൾ ഭൂമിയിലെ ആദ്യത്തെ ആ കൈത്തൊഴിലേർപ്പെട്ട ഒരുപക്ഷെ ആദ്യത്തെ കൂലിപ്പണിക്കാരൻ്റെ പേര് പിതാവായ ദൈവം എന്ന ആ ദൈവം ഈ കാര്യങ്ങൾക്കകത്ത് നമ്മളെ കൂടുതൽ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം പ്രഭാമയം സന്നിധാനം.